ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. നമസ്കാരം ഗൈസ്. അപ്പം ഏറെ മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും അശ്വതി ശ്രീകാന്ത്. സ്റ്റാർ മാജിക് ആണെന്ന് തോന്നുന്നു, സ്റ്റാർ മാജിക് ആണോ കോമഡി സൂപ്പർ നൈറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരുടെ വീഡിയോ, ഇവരുടെ ഷോ കണ്ടിന്യൂ കാണുമായിരുന്നു. നല്ല അടിപൊളി, നല്ല കോമഡിയുടെ അങ്ങേയറ്റം പറയുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെയാണ്. നല്ല രീതിയിൽ ഇവർ തമാശയായിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ കൺമുന്നിൽപ്പെട്ട ഒരു വീഡിയോ ആണ്. സ്വന്തം ഇൻസ്റ്റഗ്രാമിലൂടെ അവർ ഷെയർ ചെയ്ത ഒരു കാര്യം. ഒരുപാട് മാതാപിതാക്കളോട് അവര് വളരെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച അല്ലെങ്കിൽ സ്വന്തം കുട്ടിയിൽ നിന്ന് അവര് നേരിട്ട ഒരു അനുഭവം ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ. ഇത് ഒരുപാട് പേർക്ക്, കാരണം ഇന്നത്തെ കാലത്തെ ഒരുപാട് പേരൻസിന് ഗുണപ്രദമാകുന്ന, കാരണം എത്ര പേര് ചെവിക്കൊള്ളുന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ അവർ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെ 100% എന്ന് പറഞ്ഞിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ബാക്കി കേൾക്കാം. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ. ഗൈസ്, അന്നേരം ചില പേരൻസിനെങ്കിലും ഒരു പക്ഷേ ഇത്തരം അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഇന്നത്തെ കാലത്തെ ഈ ഒരു, കാരണം സോഷ്യൽ മീഡിയയിലുമായിട്ട് ബന്ധമുള്ള, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സുകൾ ചെയ്യുന്ന പേരൻസിന് ചിലപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് വീഡിയോസ്, കാരണം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം, ഒരുപാട് നാളായിട്ടില്ല, ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കൂടെ. അതായത് ഒരുപാട് സാധാരണ മിഡിൽ ഏജ് ആയിട്ടൊരു ഫാമിലിയാണ്. അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു വഴക്കാണ്. ആ വഴക്കിന് ഒരു കുട്ടി വെളിയിൽ നിന്നിട്ട് സ്വന്തം അച്ഛനെ എങ്ങാണ്ട് അച്ഛനെയും അമ്മയും കൂടെ വളരെ ഇതായിട്ട് തലതെറിച്ച രീതിയിൽ സംസാരിക്കുകയാണ് കുട്ടി. കാരണം അറിയില്ല, ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കൊച്ചായിരിക്കും. വെളിയിൽ നിന്ന് പറയുകയാണ്, ഞാനിപ്പോ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, വഴക്ക് എന്തോ സാധനം മേടിച്ചു കൊടുക്കാത്തതിന് വീട്ടിൽ നിന്ന് വഴക്ക് ഉണ്ടാക്കുകയാണ്. അന്നേരം എന്തിനാ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നൊക്കെ രീതിയിൽ വളരെ നമുക്ക് കണ്ടിട്ട് ജസ്റ്റ് തമാശയായിട്ട് വേണമെങ്കിൽ വിട്ടുകളയാ, അല്ലെങ്കിൽ മോളെ സമാധാനിക്കുന്നത്. പക്ഷെ ആ അമ്മ അത് ഷൂട്ട് ചെയ്തിട്ട് സ്വന്തം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടേക്കാണ്. ഫേസ്ബുക്ക് വഴി ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുക സാധനം. 1 മില്യൺ എങ്ങാണ്ട് കഴിഞ്ഞു തോന്നാൻ സാധനം. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലെ വഴക്ക് പോലും നമുക്ക് കഴിവുണ്ടല്ലോ, ഒളിച്ചോട്ടങ്ങള്, വഴക്കുകള്, അതൊക്കെ. പിന്നെ ഒളിച്ചോട്ടങ്ങളൊക്കെ കുറച്ചൊരു പ്രായമായ പിള്ളേരുടെ കാര്യങ്ങളാന്ന് പറയും. ഇതിപ്പോ കൊച്ചു കുട്ടികളുടെ വഴക്കുകള്, കാര്യങ്ങള്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങള്, ചിലപ്പം കൺമുന്നിൽ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്നേരം റീച്ച് ആവാം, ഇൻകം എന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ആൾക്കാർ ഇതിന്റെ ഷൂട്ട് ചെയ്തിടുന്നുണ്ട്, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഈ ഒരു ഞാൻ പറഞ്ഞ അശ്വതി എന്ന് പറഞ്ഞ അവർ ചെയ്ത കാര്യം, അന്ന് അവർ ചെയ്ത കാര്യം ഇന്ന് അവരുടെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ചോദിക്കുന്നത്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ ആൾക്കാർ ഇതുപോലെ സംസാരിക്കുന്നു എന്ന രീതിയിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രീതിയിൽ മറ്റേ രീതിയിൽ നമ്മൾ വിചാരിക്കും ഈ കുട്ടി വളർന്നു വരുമ്പം ഒന്നിലും ആൾക്കാർ ചോദിക്കും നിന്റെ ആ സാധനം. കാരണം സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം അറിയാമല്ലോ നമുക്ക്. അവിടെ നമ്മൾ ഇടുന്ന ഓരോ കാര്യങ്ങളും വർഷങ്ങൾ കഴിഞ്ഞാലും മീഡിയ ഉള്ള കാലത്തോളം അതവിടെ കിടക്കും എന്നുള്ള കാര്യം. അന്നേരം ഈ കുട്ടികളുടെ കാര്യത്തിന് ഇപ്പൊ അന്നേരം അവരെന്ന് പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നോണ്ട് ഒരു പക്ഷെ അവര് അന്നേരം ഒന്നും സംസാരിക്കും, കാരണം അവർക്ക് തിരിച്ചറിവില്ല. പക്ഷെ വളർന്നു കഴിയുമ്പം ഈ ഒരു കാര്യം മറ്റാരിലൂടെങ്കിലും തന്നോട് ചോദിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും വന്ന് ചോദിക്കുന്നത്. ഒരു പക്ഷെ കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിലേക്കൊക്കെ ഈ ഒരു റീസൺ പോവാൻ തന്നെ ഇടവരും എന്നുള്ള രീതിയാണ്. ഇതിപ്പോ സർവ്വസാധാരണമാണ് ഈ ഒരു കാര്യം. ഞാൻ കണ്ട ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും അത്രയ്ക്കൊന്നും നമ്മൾ ചിന്തിച്ചില്ല, ഒരു പക്ഷേ തമാശയാണ് കാര്യം. പക്ഷെ ഒരു രീതിയിൽ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ വരാൻ ചാൻസ് ആണ് ഇത്തരം ഓരോ കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞു വിചാരിക്കുകയാണ്, ഇത് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെ ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിയൊരു സമയമുണ്ട്. ആ മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു ഒരു കണ്ടു, ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഒരു മെൽഡൗണിൻ്റെ ഒരു പോയിന്റ്, അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകൾ, സോഷ്യൽ മീഡിയ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ്, സ്വന്തം കുടുംബത്തിലെ കണ്ടന്റുകൾ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അന്നേരം അവരുടെ ഒരു അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കണ്ണിൽ കാണുന്ന എല്ലാം കണ്ടന്റ് ആക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഇന്നത്തെ കാലത്തെല്ലാം പണം സമ്പാദിക്കുന്നതിനെക്കാട്ടിൽ ആക്രാന്തമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇൻകം എന്നതിനേക്കാൾ ഉപരി അവിടെ റീച്ച് ഉണ്ടാക്കിയെടുക്കുക, ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക, സബ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാരടക്കം പലരുടെ ഇതാ. അതിപ്പം ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തായിപ്പോവും. ഇതിനകത്തില്ലാത്ത തലമുറയെ കാണത്തില്ല. ആ ഒരു രീതിയിലാണ്
അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾ, അത് അവർക്കുണ്ടായ ഒരു അനുഭവം അവർ മുന്നോട്ട് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലവർക്കെങ്കിലും ഇതൊക്കെ ഒരു മെസ്സേജ് ആവട്ടെ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. ആ ഒരു കമന്റ് ബോക്സിൽ തന്നെ വന്ന് പറയുന്നുണ്ട്, അനുഭവം ചവര് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ അനുഭവം എനിക്കും നേരിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അതാണ് ഗൈസ്. അപ്പം ഞാൻ ആക്ച്വലി കുറച്ച് സമയം മുമ്പാണ് ആക്ച്വലി ഒരു വീഡിയോ കണ്ടത് കേട്ടോ. സത്യമാണ്, ഞാൻ ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ ആ ആദ്യം പറഞ്ഞ ഒരു വീഡിയോയെ കുറിച്ച് ആലോചിച്ചത്. സത്യമാണ്, ചുമ്മാ ഇരുന്ന് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇടുന്ന ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ഇത് നമുക്ക് റീച്ച് എന്നതിനേക്കാൾ ഉപരി ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ നമുക്ക് തന്നെ നാളെ കാലത്ത് തലവേദന ആവാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം അത് ആർട്ടിഫിഷ്യലായിട്ട് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആർട്ടിഫിഷ്യലായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഫീൽ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ റീച്ച് കൂടുതലാണ്, അത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടുതലാണെന്നൊക്കെ കാണും. റിയലൈസ് ചെയ്ത് ഉള്ള വീഡിയോസ്, അതിന് ഫോളോവേഴ്സ് കൂടുതലാണ്, അത് റീച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ എടുക്കും എന്നുള്ള ഒരു പ്രവണത ഒരുപാട് ആൾക്കാരിൽ നിന്നുണ്ട്, കൂടുതലായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയം.